ഹായ് ഹലോ വെൽക്കം ഓൾ ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. നമ്മൾ പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഒരു ഷോർട്ട് നോട്ട്സ് പോലെ കീ ക്വസ്റ്റ്യൻസ് പോലെ ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തത് തന്നെയാണ്. അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കി നോക്കാം. ആ സബ്ജക്റ്റിൽ നമുക്ക് എളുപ്പമായിട്ട് വന്നാലോ എക്സാംസ് കുറച്ച് കീ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ, പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഓരോ എംപ്ലോയിയുടെയും ജോബ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് അയാളുടെ ആവശ്യമുള്ള അപ്രൈസൽസ്, അതായത് അപ്ലിഫ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തു കൊടുത്ത് അയാളെ സാറ്റിസ്ഫൈഡ് ആക്കി നിർത്തുക എന്നുള്ളതാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം. സോ അതിൽ ഒരു വേർഡാണ് വാട്ട് ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ആണ്. അതായത് ഒരു എംപ്ലോയീനെ നോക്കുകയാണ്, കൃത്യമായിട്ട് അയാളെ ഇവാലുവേറ്റ് ചെയ്യും, അയാളുടെ ജോബ് പെർഫോമൻസും അയാളുടെ പ്രൊഡക്ടിവിറ്റിയും. ചിലർ കുറേ ജോലി ചെയ്യും, പക്ഷേ അതിൽ വലിയ പ്രൊഡക്ടിവിറ്റി ഒന്നും അതിലുണ്ടാവില്ല. അത് ചെയ്തു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, എന്തുണ്ടാവില്ല, പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ പെർഫോമൻസും പ്രൊഡക്ടിവിറ്റിയും മെഷർ ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുക. ഒരു പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട്, അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇന്നതാണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ പെർഫോമൻസും പ്രൊഡക്ടിവിറ്റിയും കൂടിയിട്ട് നോക്കിയതിന് ശേഷം അത് പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ്സിൽ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ഇവാലുവേഷൻ ടെക്നീക്കാണ് എന്ത്, പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ വേർഡുകൾ ഓർക്കണം. ജോബ് പെർഫോമൻസ് എന്നുള്ള വേർഡ് ഉണ്ടാവണം, പ്രൊഡക്ടിവിറ്റിയാണ്, പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും, വാല്യുവേഷനും. ഈ വേർഡ്സിൻ്റെ ഒരു കോമ്പിനേഷനിലായിരിക്കണം ആൻസർ പോകേണ്ടത്. എന്താണ് കോമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ? കോമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ KSAB എന്ന് പഠിച്ചു നോക്കൂ. കോമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ KSAB. K എന്താ? നോളജ്, ഒരു എംപ്ലോയിയുടെ നോളജ്, പിന്നെ അയാളുടെ സ്കിൽസ്, പിന്നെ അയാളുടെ എബിലിറ്റീസ്, പിന്നെ അയാളുടെ ബിഹേവിയർ. ഇതിനെയാണ് കോമ്പീറ്റൻസി മാപ്പിംഗ് എന്നൊക്കെ പറയും. അതായത് ഒരു എംപ്ലോയിയുടെ നോളജ്, സ്കില്ല്, എബിലിറ്റി, ബിഹേവിയർ അത്യാവശ്യമാണ് ഏതിന്? ഇഫക്റ്റീവ് ജോബ് പെർഫോമൻസിന്. സോ ഇതിനെയാണ് എന്താ പറയുക, ഇപ്പൊ ഈ 4 വേരിയബിൾസിനെയും കൂടി പറയുന്നതാണ് കോമ്പീറ്റൻസി എന്ന് പറയും. ഇത് അളക്കുമ്പോൾ അതിനെ കോമ്പീറ്റൻസി മാപ്പിംഗ് എന്നാണ് അതിനെ പറയാം. KSAB നല്ല ഒരു വേർഡാണ്, എക്രോണിം ആണ് കേട്ടോ പഠിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റും, പെർഫോമൻസ് മാനേജ്മെൻറ്റിലെ പല ക്വസ്റ്റ്യൻസിലും ഉപയോഗിക്കാൻ പറ്റും. എംപ്ലോയിയുടെ നോളജ്, സ്കില്ല്, എബിലിറ്റി, ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യമാണ് ഇഫക്റ്റീവ് പെർഫോമൻസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. എംപ്ലോയിക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എംപ്ലോയിക്ക് ക്ലിയർ ആയിട്ട് ഒരു ഗോള് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ടീച്ചറെ സംബന്ധിച്ച് ഇത്ര മാസത്തിനുള്ളിൽ, ഇത്ര അവേഴ്സിനുള്ളിൽ ആ സബ്ജക്റ്റ് തീർത്തിരിക്കണം. അപ്പോൾ ഒരു ഗോള് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ പെർഫോം ചെയ്യണം. റെസ്പോൺസിബിലിറ്റീസ്, ഓരോ കുട്ടിയും ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. സോ ഇതിനെയാണ് പറയുക ഇപ്പോൾ ഇഫക്റ്റീവ് പെർഫോമൻസ് പ്ലാൻ. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഇയാളുടെ ഗോള്, എംപ്ലോയിയുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എത്രയായിരിക്കണം, റെസ്പോൺസിബിലിറ്റീസ് എന്തായിരിക്കണം, ഇവാലുവേഷൻ മെത്തേഡ്സ് എന്തായിരിക്കും എന്നുള്ളത് പറയുന്നതാണ് ഇഫക്റ്റീവ് പെർഫോമൻസ് പ്ലാൻ. റോൾ ഓഫ് ഫീഡ്ബാക്ക് ഇൻ പെർഫോമൻസ് മാനേജ്മെന്റ്. വെരി ഇമ്പോർട്ടൻറ്റ് റോളാണ് ഫീഡ്ബാക്കിന്. Feedback helps the employees to understand their performance level and guides them to improve their skill and productivity. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ ഒരു ജോബ് പെർഫോം ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്ത് അത് ആ ടീച്ചർക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഷീ ഓർ ഹീ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി പെർഫോമൻസ് ലെവൽ. അവരുടെ പെർഫോമൻസ് ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എവിടെയൊക്കെയാണ് നല്ല പോയിന്റ്സുകൾ ഉള്ളത്, എവിടെയൊക്കെയാണ് അവരുടെ നെഗറ്റീവ്സ് ഉള്ളത്. അപ്പോൾ അവർക്ക് അത് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് എക്സാമ്പിളൊക്കെ എഴുതാട്ടോ, നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ എഴുതി കൊടുക്കാറില്ലേ? അപ്പോൾ അത് എംപ്ലോയിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കല്ല കേട്ടോ, എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണേ. ഒരു ടീച്ചർക്ക് അതെങ്ങനെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ജോലി സ്ഥലത്ത് ഫീഡ്ബാക്ക് എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ സീനിയറുടെ അടുത്ത് നിന്ന് എൻ്റെ ഫീഡ്ബാക്ക് എടുക്കും, എൻ്റെ പീറിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനെ എടുക്കും, എൻ്റെ സൂപ്പർവൈസേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ നിന്ന്. അപ്പോൾ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എവിടെയാണെന്നൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? റിവാർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേറ്റ്
ചെയ്യുക. ഒരു എംപ്ലോയി അയാളുടെ പെർഫോമൻസ് അയാൾ വിചാരിച്ചേക്കാട്ടും നന്നായി പെർഫോം ചെയ്തു എന്നുണ്ടെങ്കിൽ അയാൾക്ക് എക്സ്ട്രാ കൊടുക്കും. അതിനെയാണ് റിവാർഡ് സിസ്റ്റം എന്നാണ് പറയുക. ടു റെക്കഗ്നൈസും കോമ്പൻസേറ്റും ചെയ്യുക. എംപ്ലോയിയുടെ പെർഫോമൻസിനെ റെക്കഗ്നൈസ് ചെയ്യുക. കണ്ടിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കണോ നിങ്ങളുടെ പെർഫോമൻസ്, ഇത് കോമ്പൻസേറ്റും ചെയ്യുക. വാട്ട് ഈസ് അസസ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്? അതൊരു സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് ഒന്നും അല്ല കേട്ടോ. ഇറ്റ് ഈസ് എ മെത്തേഡ് ആണ് യൂസ് ടു ഇവാലുവേറ്റ് എംപ്ലോയീസ് കോമ്പീറ്റൻസി. എന്താ കോമ്പീറ്റൻസി? KSAB. എന്താ KSAB? നോളജ്, സ്കിൽ, എബിലിറ്റി, ബിഹേവിയർ. സിമുലേഷൻസ് വഴി, സിമുലേഷൻസ് ഉപയോഗിച്ചും എക്സസൈസുകളും ടെസ്റ്റും ഉപയോഗിച്ച് ഒരു ആളുടെ കോമ്പീറ്റൻസി മെഷർ ചെയ്യുന്നതിനെയാണ്, മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? അസസ്മെന്റ് സെന്റർ എന്നാണ് പറയുക. കോമ്പീറ്റൻസി അനാലിസിസ് എന്താണ്? കോമ്പീറ്റൻസി അനാലിസിസ് നോളജ്, സ്കിൽ അറിയാലോ. എന്താ KSAB? നോളജ്, സ്കിൽ, എബിലിറ്റി ആൻഡ് ബിഹേവിയർ. അത് ഐഡന്റിഫൈ ചെയ്ത് ജോബ് പെർഫോമൻസിന്, ഈ റിക്വയർഡ് ജോബ് പെർഫോമൻസിന് എന്തൊക്കെ നോളജ് ആണോ സ്കില്ലാണോ എബിലിറ്റി ആണോ വേണ്ടതെന്നുള്ളത് നോക്കി അത് അനലൈസ് ചെയ്യുന്നതിനെയാണ് കോമ്പീറ്റൻസി അനാലിസിസ് എന്ന് പറയുക. പെർഫോമൻസ് റിലേറ്റഡ് റിവാർഡ്സ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസ് നോക്കിയിട്ട് അവർക്ക് റിവാർഡ് കൊടുക്കുക. നന്നായി, അതായത് ഒരു മണിക്കൂറിൽ 10 കേക്ക് ഉണ്ടാക്കേണ്ട ഒരാൾ ഒരു മണിക്കൂറിൽ 15 കേക്ക് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അയാളെ എന്ത് ചെയ്യണം? അയാളെ റിവാർഡ് കൊടുക്കണം, അയാൾക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കണം എന്നുള്ളതാണ്. സോ നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ പെർഫോമൻസ് അവർ കാണിച്ചു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന എക്സ്ട്രേനെയാണ് നമ്മൾ റിവാർഡ്സ് എന്നാണ് പറയുക എന്നുള്ളതാണ്. ക്രൈറ്റീരിയ സാമ്പിളിംഗ് എന്ന് പറയുന്നത് അതും ഒരു മെത്തേഡാണ്. ക്രൈറ്റീരിയ സാമ്പിളിംഗ് ഈസ് ഓൾസോ എ മെത്തേഡ്. കോമ്പീറ്റൻസി അനാലിസിസ് മറ്റേ അസസ്മെന്റ് സെന്റർ ഒരു മെത്തേഡാണെന്ന് പറഞ്ഞ പോലെ ക്രൈറ്റീരിയ സാമ്പിളിങ്ങും ഒരു മെത്തേഡാണ്. ഓരോ എംപ്ലോയിയുടെയും പെർഫോമൻസിനും അവർക്ക് കൊടുത്തിട്ടുള്ള ജോബ് റിലേറ്റഡ് ക്രൈറ്റീരിയാസ് എങ്ങനെ ചെയ്യുന്നു, അത് ആ സ്റ്റാൻഡേർഡ്, ഓരോ ജോബിനും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഫിക്സ് ചെയ്യും. ആ സ്റ്റാൻഡേർഡൈസേഷനിലേക്ക് അവരുടെ ആക്ച്വൽ പെർഫോമൻസ് എത്തിയോ എന്ന് ചെക്ക് ചെയ്യണം. സോ ആ ചെക്ക് ചെയ്യുന്ന മെത്തേഡാണ് ക്രൈറ്റീരിയ സാമ്പിളിംഗ്. സോ നമ്മുടെ സ്റ്റാൻഡേർഡും ആക്ച്വലും, നിങ്ങളിവിടെ ഉപയോഗിക്കേണ്ട വേർഡ്സ് സ്റ്റാൻഡേർഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡിനെയാണ് സ്റ്റഡി ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ആക്ച്വൽ പെർഫോമൻസ്. ഇതിനെയാണ് എന്ത് പറയാ? ക്രൈറ്റീരിയ സാമ്പിളിംഗ് എന്നാണ് പറയാ. വാട്ട് ഈസ് റേറ്റിംഗ് ഇൻ പെർഫോമൻസ് മാനേജ്മെന്റ്? ഒരാളുടെ പെർഫോമൻസ് മെഷർ ചെയ്യാണ് അല്ലേ? മെഷർ ചെയ്യുമ്പോൾ എന്ത് വേണം? റേറ്റിംഗ് വേണം. അപ്പം ന്യൂമറിക്സ് വേണം. നിങ്ങൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആർ യു സാറ്റിസ്ഫൈഡ്, ഹൈലി സാറ്റിസ്ഫൈഡിന് 5, 4, 3, 2, 1 അപ്പോൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിതിൽ 3 എന്നൊക്കെ കൊടുക്കും, ചിലപ്പോൾ 2 കൊടുക്കും, ചിലപ്പോൾ 5 ഒക്കെ കൊടുക്കും. സോ നമ്മളുടെ എക്സ്പ്ലനേഷനെ, നമ്മുടെ പെർഫോമൻസിനെ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെയാണ് പറയുക പെർഫോമൻസ് റേറ്റിംഗ് എന്നാണ് പറയുക. അപ്പോൾ ന്യൂമറിക്സ് ഉപയോഗിച്ച് നമ്മുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിനെ റേറ്റിംഗ് ടെക്നിക്ക് എന്നാണ് പറയുക. സക്സഷൻ എന്ന് പറഞ്ഞാൽ സക്സസർ. അപ്പോൾ ഓരോ വലിയ വലിയ കമ്പനിക്കാരും അവർ ആലോചിച്ച് വെക്കും, ഞാൻ കഴിഞ്ഞാൽ അടുത്തത് ആരാണ്, സക്സസർ ആരാണ്. അപ്പോൾ എപ്പോഴും അത് പ്ലാൻ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ആ വലിയൊരാൾ ആ ടോപ്പിലിരിക്കുന്ന അയാളുടെ കാലത്ത് ശേഷം ആ ബിസിനസ് അങ്ങനെ പൊളിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് പ്ലാനിങ് ഉണ്ടാവണം? സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക വിൽ ബി ദ ഫ്യൂച്ചർ ലീഡർഷിപ്പിൽ ആരാണ് വരിക എന്നുള്ളത് പറയുന്നതിനാണ് സക്സഷൻ പ്ലാനിങ് എന്നാണ് അതിനെ പറയുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വേറൊരു ഏരിയയാണ് ബാർസ് എന്ന് പറയും. BARS. ബാർസ് എന്ന് പറയുന്നത് ഒരു പുതിയ ലേറ്റസ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ ടെക്നീക്കാണ്. ബാർ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ ടെക്നീക്കാണ്. അതിൽ ബിഹേവിയർ ആണ്, ഓരോരുത്തരുടെയും ബിഹേവിയർ മെഷർ ചെയ്യാണ് ചെയ്യുക. ബാർസിൽ ഓരോ എംപ്ലോയിയുടെയും ബിഹേവിയറും അനലൈസ് ചെയ്യും, അതിനെ സ്കോർ ചെയ്യും. ആ സ്കോർ ചെയ്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യാറുണ്ട്? അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ഇയാളുടെ പെർഫോമൻസിന് നല്ല പെർഫോമൻസ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്ത് കൊടുക്കും? നല്ലൊരു സ്കോറിങ് അയാൾക്ക് കൊടുത്ത് ഇയാളെ റിവാർഡ് ചെയ്യും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്താ? ഇതിലെന്താന്ന് വെച്ചാൽ ഒരു പാർഷ്യാലിറ്റി ഉണ്ടാവില്ല, അതായത് ബയസ് ഒന്നും ഉണ്ടാവില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള റേറ്റിംഗ് ലെവലുകൾ ഉണ്ടായിരിക്കും. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ആ വേർഡ് എഴുതാട്ടോ ബാസിൽ. ക്വാണ്ടിറ്റേറ്റീവിലും മാനുഫാക്ചേഴ്സ് വർക്കറൊക്കെ ആണെങ്കിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കി,
അതേപോലെ അയാളുടെ സ്വഭാവം, ക്വാണ്ടിറ്റേറ്റീവും എടുക്കും, അയാളുടെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സും എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് MBO എന്ന് പറയുന്നത്. അതൊരു മോഡേൺ മാനേജ്മെന്റ് ടെക്നീക്കാണ് MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് തീരുമാനിച്ചു വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, എംപ്ലോയിയോട് പറയണം, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റീവിനോട് റിലേറ്റഡ് ആയിരിക്കണം നിങ്ങളുടെ ഗോളുകളും. MBO ഈസ് എ മാനേജ്മെന്റ് അപ്രോച്ച് ആണ്. മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ജോയിൻ്റ്ലി ഇവർ ഒരുമിച്ച് ഇരുന്നിട്ട് ഗോൾ സെറ്റ് ചെയ്ത് വെക്കും. നമുക്ക് ഈ മാസം, നമുക്ക് ഈ കൊല്ലം, നമുക്ക് 5 വർഷത്തിനുള്ളിൽ ഇങ്ങനെ അവർ ഗോൾ സെറ്റ് ചെയ്ത് വെക്കും. അത് പുറമെ ഒരാളല്ല ഗോൾ സെറ്റ് ചെയ്യുന്നത്, മാനേജറും എംപ്ലോയീസും കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് അവർ എന്ത് സെറ്റ് ചെയ്ത് വെക്കും, ഗോൾ സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും ഈ ഗോൾസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. എന്നിട്ട് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ആ ചേഞ്ചസ് കൊണ്ടുവന്ന് മുന്നോട്ട് പോകും. ഇതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. സോ ഗോൾ സെറ്റിംഗ് എന്നുള്ള വേർഡ് വേണം. അതെപ്പോൾ ആര് കൂടി ഗോൾ സെറ്റ് ചെയ്യണം, മാനേജേഴ്സും എംപ്ലോയീസും ജോയിൻ്റ്ലി ഇരുന്നിട്ട് വേണം ഗോൾ സെറ്റ് ചെയ്യാൻ. മാനേജർ ഇരുന്ന് സെറ്റ് ചെയ്താൽ പോരാ, എംപ്ലോയി കൂടി ചേർത്ത് വെച്ച് ഗോൾ സെറ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ്. എന്താണ് ലേണിംഗ്? ലേണിംഗ് എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ് ഓഫ് എക്വയറിങ്. നേരത്തെ അതേ വേർഡ് നിങ്ങൾ എഴുതിയാൽ മതി. ആ KSAB എന്താണ്? നോളജ്, സ്കില്ല്, എബിലിറ്റി. ഇത്രയാണ് നമുക്ക് ഇത് ചെയ്യുക, എബിലിറ്റി. ഇതിനെ പഠിക്കുക, എക്വയർ ചെയ്യുക. ന്യൂ നോളജ്, സ്കില്ലും ആറ്റിറ്റ്യൂഡ്. എബിലിറ്റി എന്നുള്ളതിനാണ് ആറ്റിറ്റ്യൂഡ് എന്ന് അവിടെ എഴുതിക്കണം. ത്രൂ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. അതിനെയാണ് ലേണിംഗ് പ്രോസസ് എന്നാണ് അതിനെ പറയാം. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ അപ്രൈസൽ? പൊട്ടൻഷ്യൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി പൊട്ടൻഷ്യൽ ആണോ എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് ഇയാൾക്ക് കേപ്പബിൾ ആവോ, ഭാവിയിൽ ഇയാൾ ഈ ഓർഗനൈസേഷന് ഗുണം ഉണ്ടാക്കോ എന്ന് നോക്കുന്നതാണ് പൊട്ടൻഷ്യൽ അപ്രൈസൽ എന്നാണ് പറയാ. It evaluates, potential appraisal evaluates an employee's future capabilities and ability to take higher responsibilities. ഒരു പൊട്ടൻഷ്യൽ അപ്രൈസൽ നടത്തുമ്പോൾ എന്നെ കൊണ്ട് ഫ്യൂച്ചറിൽ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹയർ റെസ്പോൺസിബിലിറ്റീസ് ഇവർക്ക് എടുക്കാൻ സാധിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാച്ചുറലി അവരെ അധികം വളർത്തില്ല, റിവാർഡും ഇതും കൊടുത്ത് വളർത്തില്ല എന്നുള്ളതാണ്. സോ അപ്പോൾ ഫ്യൂച്ചറിൽ ഇയാളുടെ കേപ്പബിലിറ്റീസ് എന്തായിരിക്കും, ഇയാൾക്ക് ഹയർ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനുള്ള ഇയാളുടെ കഴിവ് എത്രയുണ്ടാവും, ഇതൊക്കെ മെഷർ ചെയ്യുന്നതാണ് പൊട്ടൻഷ്യൽ അപ്രൈസൽ. ഇപ്പോൾ ചെയ്യുന്ന ജോലിനെ മെഷർ ചെയ്യുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. ഭാവിയിൽ ഇയാളുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, ഇയാളുടെ എബിലിറ്റീസ് ഒക്കെ അളക്കുന്നതാണ് പൊട്ടൻഷ്യൽ അപ്രൈസൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറൻസ് ചോദിക്കുക, നന്നായി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെർഫോമൻസ് അപ്രൈസൽ? ഇപ്പോൾ പറഞ്ഞുള്ളൂ നമ്മൾ. പെർഫോമൻസ് അപ്രൈസലും പൊട്ടൻഷ്യൽ അപ്രൈസലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പെർഫോമൻസ് അപ്രൈസലിൽ കറന്റ് ജോബ്, പ്രസന്റ് പെർഫോമൻസ്, റിവാർഡുകൾക്ക് പ്രമോഷനൊക്കെ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, പെർഫോമൻസ് അപ്രൈസൽ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ കഴിഞ്ഞുപോയി, നമ്മൾ ചെയ്ത വർക്കിന്. പക്ഷെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ് ഏത്, പൊട്ടൻഷ്യൽ. നമ്മുടെ ഫ്യൂച്ചർ കേപ്പബിലിറ്റി, നമ്മുടെ ഫ്യൂച്ചർ റോൾസിനെ ഫോക്കസ് ചെയ്യുക, നമ്മുടെ കരിയർ പ്ലാനിങ്, ഗ്രോത്ത്. അപ്പം മുന്നോട്ടാണ് ഏത് പോകുന്നത്, പൊട്ടൻഷ്യൽ അപ്രൈസൽ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന് അപ്രോച്ച് ടു കോമ്പീറ്റൻസി മാപ്പ്. എന്താ കോമ്പീറ്റൻസി? KSAB, നോളജ്, സ്കിൽ, എബിലിറ്റി ആൻഡ് ബിഹേവിയറിന്റെ ഇവാലുവേഷനാണ് കോമ്പീറ്റൻസി മാപ്പിംഗ് എന്ന് പറയുന്നത്. സോ അതിൽ പല അപ്രോച്ച് ഉണ്ട്. നമ്മുടെ ബിഹേവിയറൽ അപ്രോച്ച് ഉണ്ട്, ഫങ്ഷണൽ അപ്രോച്ച് ഉണ്ട്, ജനറിക് കോമ്പീറ്റൻസി അപ്രോച്ച്, അതേപോലെ തന്നെയാണ് നമുക്ക് ഏതുള്ളത്, ജോബ് കോമ്പീറ്റൻസി അപ്രോച്ചും സ്ട്രാറ്റജിക് കോമ്പീറ്റൻസി അപ്രോച്ചും എന്നുള്ളതാണ്. സോ കോമ്പീറ്റൻസി മാപ്പിംഗ് എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. കോമ്പീറ്റൻസി മാപ്പിംഗ് ഇങ്ങനെ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ബിഹേവിയറൽ അപ്രോച്ച് ആണ്. നമ്മൾ ബിഹേവിയറൽ അപ്രോച്ചിൽ എന്താ പറയുന്നത്, ബിഹേവിയറൽ അപ്രോച്ചിൽ പറയുന്നത് ഒരു എംപ്ലോയിയുടെ അയാളുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ, ഒരു മിനിറ്റ്, ഒരു കോൾ എടുത്തോട്ടെ. അയാളുടെ ആക്ച്വൽ ബിഹേവിയറൽ അപ്രോച്ചിൽ അയാളുടെ ആക്ച്വൽ ബിഹേവിയർ സക്സസ്ഫുൾ പെർഫോമൻസിന് ലീഡ് ചെയ്യോ എന്നുള്ളതാണ്. അയാളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ്, ആക്ച്വൽ പെർഫോമൻസ്, ബിഹേവിയർ ഉണ്ടല്ലോ, ആക്ച്വൽ അത് അയാളുടെ
ആക്ച്വൽ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യോ എന്നുള്ളത് നോക്കുന്നതാണ് ഏത് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു സക്സസ്ഫുൾ മാനേജറുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് സ്കില്ല്, ഇതൊക്കെ ഏതിൽ അളക്കും? ബിഹേവിയറൽ അപ്രോച്ചിൽ അളക്കുന്നു എന്നുള്ളതാണ്. ഫങ്ഷണൽ അയാൾ ചെയ്യുന്ന ഫങ്ഷൻസ്, ചിലപ്പോൾ അയാൾ ഫൈനാൻസ് മാനേജർ ആയിരിക്കാം, മാർക്കറ്റിംഗ് മാനേജർ ആയിരിക്കാം. സോ അതിൽ ഏത് ഫങ്ഷനിലാണ് അയാളുടെ കോമ്പീറ്റൻസി കൂടുതൽ വരുന്നത് എന്നാണ്. ആൻഡ് ജനറലൈസ്ഡ് എല്ലാം ജോബ് കോമ്പീറ്റൻസി അപ്രോച്ച് ഒക്കെ ജോബ് സ്പെസിഫിക് ആണ്. ആൻഡ് സ്ട്രാറ്റജിക് കോമ്പീറ്റൻസി അപ്രോച്ച് എന്ന് പറയുമ്പോൾ ടു എ പെർട്ടിക്കുലർ ഏരിയയിലേക്ക് അയാളുടെ കോമ്പീറ്റൻസിയാണ് മെഷർ ചെയ്യുന്നത്. സോ കോമ്പീറ്റൻസി മാപ്പിംഗ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കോമ്പീറ്റൻസി മാപ്പിംഗ് ആൻഡ് ഇറ്റ്സ് അപ്രോച്ചസ് എന്ന് ചോദിക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്. എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിന്റെ ഗുണം എന്താണ്? അവിടെ ഓരോ എംപ്ലോയിയുടെയും ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും, അവരുടെ അച്ചീവ്മെന്റ്സിനെ റിവാർഡ് ചെയ്യാൻ പറ്റും, അവരുടെ നെഗറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ ഫ്യൂച്ചറിലേക്ക് അവരെ ഗ്രോത്ത് ഇതും അവർക്ക് എന്ത് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്. ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് ചോദിക്കുന്നതിന് പകരം ഉപയോഗിച്ച വേർഡാണ് ബോട്ടിൽ നെക്സ്. ഒന്ന് ചിലപ്പോൾ നമ്മുടെ ലാക്ക് ഓഫ് ക്ലിയർ, എംപ്ലോയിക്ക് തന്നെ നമ്മൾ മാനേജർ ഇരുന്ന് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒബ്ജക്റ്റീവ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാർക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല? എംപ്ലോയിക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. പുവർ കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ പാർഷ്യാലിറ്റി ഉണ്ടാവാം, ബയസ് ഒക്കെ ഉണ്ടാവാം. എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇതിൽ കുറവായിരിക്കും. മോളിൽ നിന്ന് എന്താണോ അവർ നമ്മളെ ഇത് ചെയ്യുന്നു, മാർക്ക് ഇടുന്നു, അവർ തന്നെ അപ്രൈസൽ ഒക്കെ തരുന്നു, ചിലവർക്ക് തരുന്നു, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ട്രെയിനിങ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത്. ടൈപ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസലും ടൈപ്സും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒന്ന് ട്രഡീഷണൽ അപ്രൈസൽ, അയാളുടെ വർക്ക് നോക്കുക, അയാളുടെ പെർഫോമൻസ് നമ്മൾ വിചാരിച്ച പോലെ അയാളുടെ ഒരു പെർഫോമൻസ് കിട്ടിയെന്നുണ്ടെങ്കിൽ അയാൾക്ക് റിവാർഡ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ അയാളെ ഫയർ ചെയ്യുക, പറഞ്ഞു വിടുക. ഇതാണ് ട്രഡീഷണൽ അപ്രൈസൽ. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ എല്ലാ പുറത്തുനിന്നും അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് എന്ന് വിചാരിച്ചോളൂ. കസ്റ്റമറോട് ചോദിക്കുക ഇയാൾ എങ്ങനെയുണ്ട്, ഇയാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അയാളുടെ നിന്ന് ഒരു ഫീഡ്ബാക്ക് എടുക്കുക. അതേപോലെ കമ്പനിയിൽ ഇയാളുടെ സൂപ്പർവൈസർ ഉണ്ടാവും, അവരുടെ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക. അതേപോലെ ടോപ്പ് എങ്ങനെയാണ് ഇയാളെ ചെയ്യുന്നത്, സപ്ലയേഴ്സ് ഇയാളെ എങ്ങനെയാണ് നോക്കുന്നത്, ഇയാളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇയാളുടെ ഇതെങ്ങനെ. അപ്പോൾ ഒരു എംപ്ലോയിയെ 360 ഡിഗ്രി എല്ലാ ഭാഗത്തുനിന്നും അയാളെ കുറിച്ച് ഫീഡ്ബാക്ക് എടുത്ത് സ്റ്റഡി ചെയ്ത് ചെയ്യുന്ന അപ്രൈസൽ കൊടുക്കുന്ന സിസ്റ്റത്തിനെയാണ്, ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിരിക്കും, ഒരാൾ എഴുതിയത് മറ്റാൾക്ക് അറിയാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുന്ന അപ്രൈസലാണ് 360 ഡിഗ്രി അപ്രൈസൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സെൽഫ് അപ്രൈസൽ, നമ്മളോട് തന്നെ നമുക്കുള്ള മാർക്ക് ഇടാൻ പറയാം. നമ്മളെ കൊണ്ട് തന്നെ നിങ്ങൾ 10ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഇടും, ഇന്നതിൽ എത്ര മാർക്ക്, ഗോൾ സെറ്റിങ്സ് എത്തിക്കുന്നതിൽ നിങ്ങൾ എത്രയാണ്, ക്വാണ്ടിറ്റേറ്റീവിൽ എല്ലാത്തിലും ഓരോ വേർഡിലും അവരുടെ ഓരോ ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ഓരോ ക്രൈറ്റീരിയയിലും നമ്മളോട് തന്നെ നമ്മുടെ മാർക്ക് ഇടാൻ പറയും. പീർ അപ്രൈസൽ എന്ന് പറയുന്നത് നമ്മുടെ കൊളീഗ്സിനെയും ഫ്രണ്ട്സിനെയും കുറിച്ച് അപ്രൈസൽ. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെന്റും എംപ്ലോയിയും കൂടെ ഇരുന്നിട്ട് ഗോൾ സെറ്റ് ചെയ്യുക, ആ സെറ്റ് ചെയ്ത ഗോളിലേക്ക് പെർഫോമൻസ് എത്തിയോ എന്ന് ഒരുമിച്ച് ഇരുന്ന് നോക്കുക. അങ്ങനെ അപ്രൈസൽ ടെക്നിക്സ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് പെർഫോമൻസ് റിലേറ്റഡ് അതായത് ഭയങ്കര പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് റിവാർഡുകൾ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആവും. അപ്പോൾ ടീം വർക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർഷ്യാലിറ്റീസ് ഒരുപാട് വരും. ഷോർട്ട് ടേം ഗോൾസിനെ ഫോക്കസ് ചെയ്തേ നടക്കുള്ളൂ, ലോങ് ടേമിലൊന്നും നടക്കില്ല. മെഷർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പറയുന്ന പെർഫോമൻസ് ബേസ്ഡ്. ഒന്ന് ടീം സ്പിരിറ്റ് പോവും. 360 ഡിഗ്രി എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക, സൂപ്പർവൈസറുടെ കയ്യിൽ നിന്ന്, കൂട്ടുകാരുടെ കയ്യിൽ നിന്ന്, സബോർഡിനേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ ഇവർക്ക് കൊടുക്കുക, ഫീഡ്ബാക്ക് എടുത്തത് അനാലിസിസ് നടത്തുക, എന്നിട്ട് ഡെവലപ്മെൻറ്റ് സജഷൻസ് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുക. ദാറ്റ് ഈസ് 360 ഡിഗ്രി പെർഫോമൻസ് അപ്രൈസൽ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് പ്ലാനിങ് എന്തിനാ? പെർഫോമൻസ് പ്ലാനിങ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും, ട്രെയിനിങ് നീഡ്സ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, മോട്ടിവേഷനും ഹെൽപ്ഫുൾ ആണ്. ഇത് നോക്കി നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നന്നായി പഠിക്കണം. കോമ്പീറ്റൻസിയും ഇതും. കോമ്പീറ്റൻസി റെഫേഴ്സ് ടു
സ്കിൽ, നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയേഴ്സ് ഫോർ ഇഫക്റ്റീവ് ജോബ് പെർഫോമൻസ്. അതിൻ്റെ അപ്രോച്ച് ബിഹേവിയറൽ അപ്രോച്ച്, ഫങ്ഷണൽ, സ്ട്രാറ്റജിക് ആൻഡ് ജോബ് കോമ്പീറ്റൻസി എന്നുള്ളതാണ്. അതിനുപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്? ജോബ് അനാലിസിസുകൾ, ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ തമ്മിൽ ഇരുന്ന് സംസാരിച്ചിട്ട്, ഒബ്സർവേഷൻസ്, അവിടെ ഇവിടെയും ക്യാമറയൊക്കെ വെച്ച് നമ്മളെ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അസസ്മെന്റ് സെന്റേഴ്സ്, ഓർമ്മയുണ്ടോ? അസസ്മെന്റ് സെന്റേഴ്സ് ഇത് ചെയ്യുന്ന സ്ഥലം. ഇസ് എ മെത്തേഡ് യൂസ് ടു ഇവാലുവേറ്റ് എംപ്ലോയീസ് കോമ്പിറ്റൻസി ത്രൂ സിമുലേഷൻ. ടെസ്റ്റ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം. 360 ഡിഗ്രിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേക്കും 360 ഡിഗ്രി വന്നു. ഒരു എംപ്ലോയീനെ എല്ലാ ഭാഗത്തുനിന്നും, പീർ, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, സൂപ്പർവൈസർ, ഇവരെല്ലാവരും അവർക്ക് എല്ലാവർക്കും ഫീഡ്ബാക്ക് ഫോം കൊടുക്കുക, ഇയാളെ കുറിച്ച് എഴുതിപ്പിക്കുക, അതിനെ അനലൈസ് ചെയ്തിട്ട് ഇയാൾക്ക് കാണിച്ചു കൊടുക്കുക, നിങ്ങളെ എവിടെയൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. സോ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, മറ്റേ ചുറ്റും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്, ഫ്രണ്ട്സിൻ്റെയും കൊളീഗ്സിൻ്റെയും ഒക്കെ ഇവാലുവേഷൻ എടുക്കും. ഇംപ്രൂവ് എംപ്ലോയി ഡെവലപ്മെന്റ്, മൾട്ടിപ്പിൾ ഫീഡ്ബാക്ക് സോഴ്സസ് ആണ്. ഐഡന്റിഫൈ ആരാ ഇവാലുവേറ്റ് ചെയ്യണം നോക്കുക, ഒരു ക്വസ്റ്റനെയർ ഡിസൈൻ ചെയ്യുക, ഫീഡ്ബാക്ക് ചെയ്യുക, അനലൈസ് ചെയ്യുക, റേറ്റിങ്ങുകൾ ചെയ്യുക, ബിഹേവിയർ, ടീം വർക്ക്, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈ 4 ഏരിയയിലും ഇയാളുടെ സ്വഭാവങ്ങൾ റേറ്റ് ചെയ്ത് പോവുക. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് പെർഫോമൻസ് പ്ലാനിങ്? പെർഫോമൻസ് പ്ലാനിങ്ങിൽ ആദ്യം എപ്പോഴും ഒരു ഗോൾ ഇതാക്കുക, എംപ്ലോയിയുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓർഗനൈസേഷൻ്റെ ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക, സ്ഥാപനത്തിൻ്റെ ഗോളാണ് പ്രധാനം. അതിനുശേഷം എംപ്ലോയിയുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, അയാൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, ആക്ഷൻ പ്ലാൻസ് വെക്കുക, റിസോഴ്സ് സപ്പോർട്ട്, മോണിറ്റർ ചെയ്യുക, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? റിവ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. പെർഫോമൻസ് മാനേജ്മെന്റും HR പ്രോസസ്സും തമ്മിലെ ലിങ്കേജ് പറയാൻ, ഒരു HR എന്ന് പറയുമ്പോൾ അത് എംപ്ലോയി ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്കിൽ ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്ത് അത് പരിഹരിക്കാൻ പറ്റും. കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിവാർഡ്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ് കൊടുക്കാം. പ്രൊമോഷൻ, കരിയർ അഡ്വാൻസ്മെന്റിന് നല്ലതായിരിക്കും. ഫ്യൂച്ചർ ലീഡേഴ്സിനെ കണ്ടുപിടിക്കാൻ സക്സഷൻ പ്ലാനിങ് വേണം. എംപ്ലോയി ഡെവലപ്മെന്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ പെർഫോമൻസ് അപ്രൈസൽ ടെക്നീക്സ് വേണ്ടിവരും. സോ എല്ലാം പെർഫോമൻസ് ആണ്. സോ ഒന്ന് വേഗം ഇരുന്ന് നോക്കി നോക്കൂ, ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് എല്ലാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഞാൻ വൈകിക്കുന്നില്ല, കാര്യം പറയണ്ടല്ലോ. ഷെയറും സബ്സ്ക്രിപ്ഷനും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അയച്ചു കൊടുത്തിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. ഓക്കെ, താങ്ക് യു, ബൈ.